Hello? Hello, doctor. Please come to special ICU. One patient is conscious. ടെൻഷൻ ആവണ്ട കേട്ടോ. ടെൻഷൻ ആവണ്ട. എന്തുവാ അതിന്റെ പേര്? ജിബിൻ മാധവൻ. നാട്ടിലെവിടെ വീട്? എറണാകുളം. ഇത് ഏതാ സ്ഥലം എന്ന് ഓർമ്മയുണ്ടോ? ബാംഗ്ലൂരിലെ. ഏത് വർഷം? 2007. 2007. നിനക്ക് മെനിഞ്ചൈറ്റിസ് ആയിരുന്നു. ഒരാഴ്ചയായിട്ട് ബോധമില്ലായിരുന്നു. ഇന്നാണ് ബോധം തെളിഞ്ഞത്. പിന്നെ നിനക്ക് ഒരു കൈ അകലം ഡിസ്റ്റൻസിലെ വിഷൻ ഉണ്ടാവും. കുറച്ച് ബ്ലർ ആയിരിക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ അത് ശരിയാവും. എന്താ പേര്? നയന. എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഞാൻ പോട്ടെ കേട്ടാ. നാളെ കാണാം. മറ്റേ കുട്ടിയോ? നേരത്തെ വന്ന ഇംഗ്ലീഷ് ഓർ കന്നഡ? നെയിം? കീർത്തി. ഡോക്ടർ. താൻ ഇനീറ്റോ? എനിക്കെൻ്റെ ഫ്രണ്ട്സിനൊന്ന് കാണാൻ പറ്റുമോ? അയ്യോ സോറി, ഇത് സ്പെഷ്യൽ ICU അല്ലേ. ഇവിടെ വിസിറ്റേഴ്സ് അലൗഡ് അല്ല. നമുക്ക് റൂമിലേക്ക് മാറ്റിയിട്ട് കണ്ടാൽ പോരെ? പ്ലീസ് ഡോക്ടർ. എന്നെ എപ്പം മാറ്റും റൂമിലോട്ട്? നിനക്ക് ആ ഫോട്ടോ കാണോ? എനിക്കത് ക്ലിയർ ആവുന്നില്ല ഡോക്ടർ. അത് ക്ലിയർ ആവട്ടെ, എന്നിട്ട് തന്നെ മാറ്റാം. അതുവരെ ഇവിടെ തന്നെ റെസ്റ്റ് എടുക്കുക. ഓക്കെ ഡോക്ടർ. ಇದು ರೀಡಿಂಗ್ ಸ್ವಲ್ಪ ಚೆಕ್ ಮಾಡಿ ಡಾಕ್ಟರ್ ಬಂದರೆ ಹೇಳಿ. ಓಕೆ, ಸಿ ಯು. ഓക്കെ ബൈ. നയനെ. എന്നിട്ട് ഇപ്പോൾ ഉഷാറല്ലേ? പുറത്ത് അമ്മേനെ ഫ്രണ്ട്സിനെല്ലാം കണ്ടിന്. ഡോക്ടർ എന്ന് പറഞ്ഞേ? ആ ഫോട്ടോയിൽ എന്താണ്? ഓ, ക്ലാരിറ്റി കുറവുണ്ടല്ലേ? അത് സക്കീർ ഹുസൈൻ തബല വായിക്കുന്ന പടം എന്തേ? ഒന്നുമില്ല. അടക്കടക്കട്ടാ. ഡോക്ടർ. എണീറ്റോ? എനിക്കിപ്പോൾ ആ ഫോട്ടോ കാണാം. എന്താ ആ ഫോട്ടോയിലുള്ളത്? സക്കീർ ഹുസൈൻ തബല വായിക്കുന്നില്ലേ? ഇനി എന്നെ റൂമിലോട്ട് മാറ്റാലോ? അതിന് സാധ്യതയില്ലല്ലോ. അയ്യോ ഡോക്ടർ, അത് ഞാൻ പറഞ്ഞു കൊടുത്തതെന്ന്. എനിക്കറിയില്ലേനു സംഭവം. എടാ കള്ള. നിനക്കേ അതിനകത്ത് എന്താ സാധനമെന്ന് കണ്ടാൽ അറിയുമ്പോൾ നിന്നെ റൂമിലേക്ക് മാറ്റാം. പിന്നെ ഇവിടുത്തെ എല്ലാ സ്റ്റാഫിനോടും പറഞ്ഞേക്കണം, ആ ഫോട്ടോയിൽ എന്താന്ന് ഇവനോട് പറഞ്ഞു പോയേക്കരുത്. മനസ്സിലായോ? ആ ഡോക്ടർ. കാണിച്ചിട്ടോ. നയനെ. എടോ, മൈക്കിൾ ജാക്സൺ അല്ലേ? നയനെ. യെസ്, വാട്ട് യു വാണ്ട്? ഒന്നുമില്ല. ടെർമിനേറ്ററിൽ അറിഞ്ഞോളല്ലേ? നയനെ. നയനെ. ഞാനേ എനിക്ക് പിന്നെ ഇവിടെ വേറെ ആരാ സംസാരിക്കാനുള്ള? എനിക്കൊന്നും സംസാരിക്കാനില്ല. അതെ, ഹലോ. ശരിക്കും നിങ്ങൾക്ക് എന്നാ ഈ ഫ്രണ്ട്സിനോട് ഇത്ര പറയാനുള്ളേ? അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇല്ല. ആ പുറത്തുള്ളവരാണ് നിങ്ങളിവിടെ തന്നെ താമസം? അതെ. ബാംഗ്ലൂർ എവിടെയാന്ന് പറഞ്ഞേ? ബാംഗ്ലൂർ അല്ലാണ്ട് എവിടെ? ഓ, അപ്പൊ ഇപ്പൊ ഒന്നും പറയാനില്ലേ? പറയാൻ പോയെന്ന്?
ബാംഗ്ലൂരിൻ്റെ ഒരു അറ്റത്ത് ഞങ്ങൾ 7 പേര്. മുകേഷും നിരൂപും ഇന്റർവ്യൂ പാസ്സായിട്ട് ജോലി കയറാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. സോമൻ ഞങ്ങൾക്കിടയിലെ ബിസിനസ് മാഗ്നറ്റ്. കരിക്കുട്ടൻ പാർട്ട് ടൈമായി പമ്പിൽ ജോലി ചെയ്തു. റിവിൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ഗേൾ ഫ്രണ്ടും ജോലിയും വൃത്തിയും ഭക്തിയുമുള്ള ഒരേ ഒരാൾ. ഷിജപ്പൻ ഒരു ഡാൻസർ ആകണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം. പാവം. നമ്മുടെ കൊട്ടി കോട്ടത്തെ നീളം മുഴുവൻ മുളി എത്തി ഇറത്തിത്തരും. കിടക്കടാ ഒന്ന് തൂറാന്ന് വിചാരിക്കുമ്പോഴല്ല അങ്ങനത്തെ ശയനം. എന്താണ് പന്നിക്കൂട? ഇതറാ നിന്നെ നീ രൂപട്ടം വിളിക്കുന്നുണ്ട്. വേമ്പാ എന്തോ പറയാണ്ടല്ലോ. എന്താണ് അതെ, ഇനി പഴയ പരിപാടിയൊന്നും നടക്കൂല. ഉള്ള കാര്യം ഞാൻ പറയാം. ഇവിടുത്തെ ജോലി അവൻ ചെയ്യും ഇവൻ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല. ഡ്യൂട്ടി ഡിവൈഡ് ചെയ്യണം. അതെന്തിനാ? ഇവിടെ അതിന് മാത്രം പണിയൊന്നുമില്ലല്ലോ. അത് ചെയ്യാത്തവർക്ക് അതറിയാൻ വഴിയില്ല. ഡ്യൂട്ടി ഞാൻ പറയാം. എന്തെങ്കിലും ഞാൻ കഴിച്ച് ജീവിക്കണമെങ്കിൽ ഞാൻ ബുക്ക് ചെയ്യാം. കൂടെ അരിക്കൂടലുണ്ടാവും. ഓക്കെ.
ക്ലീൻ ചെയ്തു. ഇതിൻ്റെ ഒരു ക്ലീനിങ്. ഞങ്ങൾക്ക് വേറെ നല്ല പണിയാണ്. ഇവനെ ഇനി തുടർന്ന് ഈ കടയിൽ പോയാൽ മതി. വേറെ ആരും ഇല്ലെങ്കിൽ ആൾക്കാരും ഡ്യൂട്ടിയാണ്. ഞാൻ വിട്ടോട്ടെ, പള്ളിയുണ്ട്. നിൽക്ക്. നീയും സോമനും പാത്രം കഴിക്കും. പാത്രോ? ഞാനോ? കഴിക്കും. ഓക്കെ. എന്താ നോക്കേ? ഞാൻ കടപ്പൊക്കോളാം. കടയിൽ പോയിട്ട് ബാക്കി പൈസ ഹാൻസ് ഉണ്ടാക്കാനല്ലേ? എടാ ഞാൻ നിർത്തിയടാ, ആൻസൊക്കെ നിർത്തിയടാ. പിന്നെ വേറൊരു കാര്യം, നീ ഒരു മാസത്തേക്ക് കുടിക്കാൻ നിൽക്കണ്ട. നിരൂപേ, നീ എന്റെ തന്തയൊന്നും അല്ലല്ലോ. മുകേഷ് ഹാൻഡ്സ് വെക്കാൻ പറ്റത്തില്ല, വെള്ളം കുച്ചാൻ പറ്റത്തില്ല, ഷഡ് ഇടാവോ, അത് അതിന്റെ ആയോ ബാനാന്ന്. നീ ഓവറായ കൊണ്ടാണ് ഞാൻ പറയണത്. കഴിഞ്ഞാണോ നിനക്കൊരു വാണിംഗ് ഞാൻ തന്നാണ്. നീ അത് തെറ്റിച്ച നിന്നെ പൊതപ്പിക്കും ഞാൻ. പിന്നെ നമ്മുടെ പലചരക്കടയിൽ അനൂപിന്റെ കല്യാണമാണ്. നമ്മളെ ഗിഫ്റ്റ് ഒന്നും വാങ്ങാൻ വേണ്ടിട്ട് എല്ലാവരും ഷെയർ ചെയ്യണം. ആദ്യം അവനെഴുതിയ കള്ളക്കണക്കിനെല്ലാം പൈസ കൊണ്ടുവരാൻ. എന്നിട്ട് നീ ഗിഫ്റ്റ് കൊടുക്കുന്നത്? എന്റെ ഒന്നും പൈസ ഇല്ല, നീ വേണേ കൊണ്ടുവരും. അല്ലെങ്കിൽ ഗിഫ്റ്റ് വാങ്ങാൻ എന്തിനാ പൈസ? ഗിഫ്റ്റ് കൊടുക്കാൻ എന്താ സാധനങ്ങളായി വീട്ടിലുള്ളത്? എന്ത് സാധനം? നാട്ടില് ഇവിടെ എന്തുവാണ് ഈ കാണിക്കണം? ഇങ്ങനെ പാത്രത്തെ തുപ്പിലോട്ടോ? മുള്ളുണ്ട് കണ്ടിട്ട് നിനക്കൊന്ന് കുറ്റിട്ടുള്ളൂ പട്ടം പപ്പിക്കാതിരുന്ന്. അത് വാഷ് ചെയ്തേക്കണോട്ടാ. വന്നില്ലേ? അവന്മാർ ഒരു മാസം മുന്നേ UR സെലക്ടഡ് എന്ന് പറഞ്ഞ് വിട്ടാളാ. നമ്മൾ നന്നായിട്ടാ പെർഫോം ചെയ്തേക്കുന്നത്. കിട്ടും. അവളുടെ ഒരു നാണം. തലേ കൂടെ വെച്ചോണ്ട് പോടാ. എന്തൊരു അനുസരണ. തലതാഴാതിതുവഴി പോക്ക് വലവള്ളികൾ നേരം പോക്ക് സ്ഥിതിഗതികളി ഗണികളി പോക്ക് തട്ടാതെ മുട്ടാതെ മത്തായൊരോട്ടം. എടാ വേറെ എന്തോരം കളിയുണ്ടോ താഴെ പോയി കളിക്കാൻ?
എടാ ഇരുന്ന് കളിക്കാടാ, ക്യാരം ബോർഡ് കളിക്കാടാ. എടാ വാടാ, എടാ ടെറസിൽ കളിച്ച് കാലോടി കളിക്കാൻ അറിഞ്ഞോളാത്തോണ്ടല്ല. എടാ പുറത്തോട്ട് വാടാ, പറമ്പിലോട്ട് വാടാ. അയ്യേ കളിയിരുന്ന്. എടാ ഹലോ 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 എന്നാ ഫോണ് വിട്ടോ. പിന്നെ റിവിനെ ജിബി വാടാ മണ്ണൂരുന്നാണ് കാടാ. എനിക്ക് വേറെ പണിയുണ്ട്. പോയടാ അവിടുന്ന് വിശന്നിട്ട് ചെയ്യാം. നിങ്ങൾ കളിക്ക്, ഭയങ്കര കളിയല്ലേ. പിന്നെ വലിയ പണി മത്തിയുടെ പോയി ഇരിക്കാനല്ലേ. ഹലോ എന്താണ് കറണ്ട് ഇല്ല, പുറത്തൊക്കെ ഉണ്ടല്ലോ. മിണ്ടല്ലേ, ഇതെന്താ പരിപാടി? എടാ ഈ ഓജോ ബോർഡില്ലേ, മറ്റേ ആത്മാവിനെ വിളിക്കണം. അത് തന്നെ അത് തന്നെ. ഓ ഡിജെയുടെ സെറ്റപ്പാ. അവന്റെ വീട്ടിലൊക്കെ എല്ലാവരും ഇങ്ങനെ കളിക്കാറുണ്ടെന്ന്. ആ ഗ്ലാസ് കണ്ട, ആ ഗ്ലാസ് അനങ്ങിയ ആത്മാവ് വന്നെന്ന് അർത്ഥം. പോടാ വരൂ. ഇപ്പൊ എങ്ങാനും ഇതുവരെ വന്നിട്ടില്ല, വരുമായിരിക്കും. വരും, വരട്ടെ. അയ്യോ അതെന്താ? ഈ ദൈവത്തിന്റെ എന്തെങ്കിലും കേട്ടാലേ ആത്മാവ് പിന്നെ വരത്തില്ല. ആ അങ്ങനെ നീ പുഴുക്കുണ്ടാക്കിണ്ട് കഴിക്കാം. സോറി യാത്ര. ചോക്ലേറ്റ് പോലെയുണ്ട് തരുവേട്ടാ ഇന്നെന്ത് കറി? 4 വെണ്ടയ്ക്കയും 3 കോവയ്ക്കും വെച്ചുണ്ടാക്കാൻ പറ്റി എന്തുണ്ടാവും? അടച്ചു വെക്കണത് എലി വരുന്നത്. അച്ചാറ് കമ്പനി, ഫ്ലെക്സ് കച്ചവടം, ക്ലോസറ്റ് കച്ചവടം എല്ലാം പൊളിഞ്ഞ് പണ്ടാരടങ്ങി. നിനക്ക് ഇതിനൊരു മടിപ്പില്ലേ? എടാ ഞാനിത് നിന്നൊക്കെ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഞാൻ ഈ പഠിച്ച വിഷയമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും ബിസിനസ് ചെയ്താലോ എന്ന് ആലോചിക്കുക. അതിന് നീ എന്തോ പഠിച്ചത്? +2 ബയോളജി. അത് വെച്ച് എന്ത് ചെയ്യാൻ പോകും? ബയോളജിക്കൽ ബിസിനസ്. അതെന്തോ? വെള്ളിമൂങ്ങ, നക്ഷത്രാമ, ഇരുനിലമൂരി. ഇതിനെയൊക്കെ എന്തിനാ അറിയത്തില്ല? ആ പറഞ്ഞുതരാം. എടാ ഇതിനൊക്കെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഭയങ്കര വിലയാണ്. ആ നക്ഷത്രാമ വീട്ടിൽ വളർത്തി കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണെന്നാ പറയുന്നത്. എവിടെ കുളത്തിന്നാണ്? അത് നക്ഷത്രം ഇല്ലാത്ത ഇത് നക്ഷത്രം ഉള്ളതാണ്. ഇതിനെ ആര് പിടിക്കും? ഇതിനെ വേറെ ആൾക്കാർ പിടിക്കും. നമ്മൾ പറയുന്നത് കഴിച്ച് മറിച്ചു കൊടുക്കണം. അത് നീ എന്തിനാ നിനക്ക് അവർക്ക് തന്നെ കച്ചവടം നടത്തിയാൽ പോരെ? എന്താടേ ചുണ്ട് കടിക്കോ? എനിക്ക് ചുണ്ട് കൊണ്ടൊന്ന് മാറിയിരുന്നു ഇവിടെ. എൻ്റെ ബിസിനസ് ലൈഫിനെ ഇത് ബാധിക്കത്തില്ല. ഡിവിഷൻ കിട്ടി. ശിവചേറി ചോദിക്കേണ്ടി വരും. ഇവിടെ അത്ര കളിച്ചില്ല. രാത്രി ഒന്ന് അടുക്കളയിലോട്ട് ഇറങ്ങി നോക്ക്. ഓ ചുമയുടെ മരുന്നിന് എന്ത് വിലയടാ? ഒരു മാസം വട്ടത്തിക്കണ എങ്ങനെയാണ്? കൂടുതൽ പരിപാടി ഉണ്ടോന്ന് തോന്നുന്നു. നീ അനുസരിച്ചെന്താ മുകേഷേ, മുകേഷേ എന്താടാ ഹാൻഡ്സ് ഔട്ടറാ. ഹാൻസോ കക്കൂസ് കെട്ടി ഞാൻ വെള്ളം ഒഴിച്ചില്ല. നീ എൻ്റെ അടുത്ത് അഭ്യാസം ഇറക്കല്ലേ മുകേഷേ. ബാഗിൽ നോക്കിയാൽ കിട്ടും. ബാഗിലെങ്ങാനും തൊട്ടാ കൈ ഞാൻ വെട്ടു. വെട്ടോ നീ? വെട്ടു. വെട്ടറ ബാഗ് എടുത്തു. എന്തുവാടാ എന്തോ കളഞ്ഞേ? എന്താ ശരി പോയിക്കല്ലേ. എന്തുവാ റൈഡ്? എന്തുവാടാ കിട്ടിയ കുയിനി പൊളി പൊളി. എത്രയായി? 1 മാസം.
നീ സത്യം പറ, ഹാൻഡ്സ് വിളിച്ച്. എന്റെ ബാഗിലില്ലെന്നല്ലേ പറഞ്ഞോളൂ. എന്റെ ബാഗില്ല, ഞാൻ പറഞ്ഞു കൊടുക്കും. എന്റെ വലിയ വെച്ചു കൊടുക്കും. എടാ ഞാൻ പറയട്ടെ, നിന്റെ ബാഗ് കഞ്ചാവ് വെച്ചിരിക്കുന്ന കാര്യം ഞാനും പറഞ്ഞോളൂ. അത് ചുമ്മാ ഒരു രസത്തിന് വേണ്ടി മണിപ്പിക്കാൻ വേണ്ടിയല്ലടാ. ആ രസത്തിന് ഞാനും മണപ്പിക്കാൻ വെച്ചേക്കും. അവിടെ ഇരുന്നോ. കുറച്ച് ഞാൻ മാറ്റുന്നു. മാറ്റാം, ആലോചിക്കാം. ഇതെന്താ? നിന്റെ നിരന്തരമായ അഭ്യർത്ഥന പ്രകാരം നമ്മൾ വോളിബോൾ നിർത്തി വേറൊരു കളി കളിക്കാം. ഓ നന്നായി. ഇതെന്ത് കളിയാ? ഏറുവന്ത്. ഏറുവന്താ? ആ എടാ ഏറുവന്ത് കളിച്ചിട്ട് മേല് നോടാ. ഏയ് ഈ തുണിയല്ല ചുറ്റുന്നതിന് ഒരു പാങ്ങില്ല. കുത്തിപ്പൊങ്ങി താഴത്തോട്ടും താഴെ പോയി നീ എടുക്കും. ഞാൻ എടുക്കാലോ, ചുറ്റിക്കോ. ഹായ് ജിബി. മോശമായി പോയിട്ടോ. അതെ ഭയങ്കര മോശമായി പോയി. അതെ അതെ അതെ. ഇത് മുത്തി പൊട്ടിക്കണോട്ടാ, പുതിയ വന്ന് എവിടെ പോടാ? ഈ നാറി പൈപ്പടക്കാണ്ട് പോയിട്ട് റൂം അടച്ച് വെള്ളമായിരുന്നു. നീന്തി അതിനകത്ത് കയറിയത്. എന്റെ പൊന്നു ബാബു, നിന്നെ കൊണ്ട് ഉപദ്രവമല്ലാതെ എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? എടാ നിന്നെ കൊണ്ട് എനിക്കൊരു കാര്യമുണ്ട്. എന്നാണ് രണ്ടിലും എത്തപ്പഴം. ഇന്ന് കഴിക്കാനാണോ അതോ നാളെ കഴിക്കാനാണോ? ഞങ്ങൾ ഇഷ്ടമല്ല. അല്ല, നല്ലപോലെ പഴുത്ത വേണോ അതോ നാളെ തന്നെ പഴുത്ത വേണമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. പഴുത്തിരുന്നോട്ടെ. ആയിക്കോട്ടെ, തരാം. ഇല്ല ഇത്ര സാധനം അത് നിരവ് വിളിച്ച് പറഞ്ഞായിരുന്നു. ആ കൊണ്ടോക്കോ. ഇതായിരുന്നു കുടിച്ചിട്ട് വന്നിനെ. ഏയ് അതിനുള്ള ഗ്യാപ്പൊന്നും കിട്ടിയില്ല. ഇവിടെ ഉണ്ടായിരുന്നല്ലേ. അടിക്കാനുള്ള പൈസ ഒന്നും അവൻ്റെ ഇല്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ? ആ നോക്കാം. എന്ത് ചീഞ്ഞ എത്തപ്പോഴും മേടിച്ചോണ്ട് വന്നേക്കണത്? നല്ല പഴുത്ത് വായിക്കണമെന്ന്. പപ്പടം, ഏത്തപ്പഴം, സോഡ 10, ഫ്രൂട്ടി 1, പ്ലാസ്റ്റിക് കസേര 1. ഇതൊക്കെ ആര് മേടിച്ചാണ്? ഞാൻ മേടിച്ചത് എന്റെ പുറത്താണ് പൊട്ടിയത്. ഇവനാ? ആ ഇവിടെ നിന്ന് കൊരക്കാട്ട് പോയിട്ട് മരുന്നെടുത്ത് കുടിക്കണം. ചെലവ് കൂടുതലാണ്. ഇതിനൊന്നും പൈസ കൊടുക്കൂല. അവൻ പോയി കൊടുത്തോളൂ. നാളെ നേരം എന്താടാ മരുന്ന് കാലി. ബോധം വരട്ടെ, പുതപ്പിക്കാം.
ഗുഡ് മോർണിംഗ്. ബോംബെന്ന് ഒരു ടീം വിളിച്ചിട്ടുണ്ട്. 3 CR വരെ പറഞ്ഞു. ഒരു 5 CR കിട്ടിയാൽ കൊടുക്കാം. ആ വെള്ളിമുങ്ങ കാര്യമോ നീലായിരുന്നു എന്നെ ഇടിക്കാൻ. നിനക്കിട്ട് ഇങ്ങനെ പോയാൽ കിട്ടും, അടുത്തന്നെ കിട്ടും. നീ എന്താ കാണിക്കായിരുന്നു? ഇതാ റൈറ്റാണ് മോനെ, കാണിച്ചില്ല. ഈ കടം മേടിച്ച കാശിന് മുഴുവൻ പടക്കം മേടിച്ച് പൊട്ടിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ജീവിതത്തിൽ സന്തോഷമല്ലേടാ വലുത്. അവന്മാരൊന്നും ഞെട്ടും. ആ ശരിയാ. ദീപാവലിയായിട്ട് ബിസിനസ് ഒന്നും നടന്നില്ല, അല്ലെങ്കിൽ ഇത് കൂടുതൽ മേടിക്കായിരുന്നു. ഇതാണ് ഓജോ ബോർഡ്. ആദ്യം കോയിൻ വെക്കണം, എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് കമന്ററി ഉണ്ടാക്കണ്ട, കാണാ നീ ചെയ്യ്. സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം, ഫ്ലോ കളയരുത്. ഓക്കെ, മനസ്സിലായോ? ഓടിയിട്ട് മെഴുകുതിരി കത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലോട്ട് ഗ്ലാസ് വെക്കും. ഗ്ലാസ് വെച്ചാൽ ചൂണ്ടുകല്ല് വെക്കണം. ഓക്കെ? ഇവിടെ 4 പേരും വിരൽ വെക്കണം. എന്നിട്ട് ഞാൻ പറയുന്ന പോലെ പറയണം. ആത്മാവേവ, ആത്മാവേവ, ആത്മാവേവ. മനസ്സറിഞ്ഞ് പറയണം, പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ. ആത്മാവേവ, ആത്മാവേവ, ആത്മാവേവ. ആത്മാവ് വന്ന ഗ്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫാസ്റ്റായിട്ട് ഓടും. എന്ന് വെച്ചാ പ്രേതം വന്നൊന്ന അർത്ഥം. പേടിക്കണ്ട. ആത്മാവേവ, 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 ആത്മാവേവ. ആത്മാവ് വന്നു. ആത്മാവ് വന്ന ഈ ഗ്ലാസ് നനങ്ങോ? കഴിഞ്ഞെങ്കിൽ വെളിയിലോട്ടോ 4 പൂത്തിരിയും കത്തിച്ച് വാണാൻ വിട്ടിട്ട് മേലെ പേരാണ്ട് കളി കളിക്കുക. എടാ വാടാ എനിക്ക് കൈയെടുക്കാൻ പറ്റില്ല. വരല് ആത്മാവ്, എടാ ആത്മാവിന്റെ വരല്. എടാ എനിക്കെന്നെ നിൽക്കാൻ പറ്റില്ല, പിന്നെ എങ്ങനെ ആത്മാവിനെ?
ധ്യാനൂപേ സോഡയുടെ മെറിനയുടെ ഒന്നും കാശ് തരാൻ പറ്റില്ല. ഞങ്ങൾ മേടിച്ച സാധനത്തിന്റെ കാശ് തരും. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നിരോധേ? നിരൂപ് പൊട്ടിച്ച സാധനത്തിന് കാശ് തരത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്നാ പറയാനാ? ഞാനാണ് പൊട്ടിച്ചേ. അല്ല, പൊട്ടിച്ചതിന്റെ അടുത്ത് ചോദിക്കും. 100 വാട്ടിനായിട്ട് ബൾബ് ഇട്. എന്റെ പൊന്ന് നിരോധേ. രൂപ ഇതിന് മുന്നേ സാധനങ്ങൾ മേടിച്ചല്ലേ, അതിന്റെ കറക്റ്റ് പൈസ തന്നല്ലേ. വെറുതെ ആവശ്യമില്ലാത്ത എഴുതിയിരിക്കേണ്ട കാര്യമുണ്ട്. നീ വീട് വിളിയുണ്ടോ? വല്ലപ്പോഴും ഒക്കെ. എക്സ്ക്യൂസ് മീ, കുറച്ച് പ്രസാദം തരും. വീഡിയോയുടെ ചോമാറാനാ. ഇത് പ്രശ്നവും അവൾക്ക് തന്നെ ഇഷ്ടമാടാ. കണ്ടില്ലേ പ്രസാദം തന്നിട്ട് പോയത്. ക്യാരം ബോർഡ് നശിപ്പിച്ചേ. നീ എന്ന് കഞ്ഞി കുടിച്ചിട്ടാണ് കളിക്കണത്? കളി കഴിഞ്ഞിട്ട് കുടിച്ചാൽ പോലെ. എനർജി കാറ്റ് കുത്തിയിടുന്നുണ്ട്. അത് അതിന്റെ മുകളിലുണ്ട്. വെറുതെ വായി കൂടെ ഒഴിച്ച് പുള്ളി കൂടെ കളയാ. എടാ കഴിഞ്ഞ പ്രാവശ്യം ഈ ദൈവത്തിന്റെ ഫോട്ടോ ഒക്കെ ഇരിക്കുന്നോണ്ടാ വരാഞ്ഞെ. എന്താടാ എടാ മാറ്റി ചെറുപ്പം ശരിക്കും വരൂടാ. എന്റെ പൊന്നു ജീവി വല്ല കഞ്ഞിയും കുടിച്ച് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. കുറച്ച് പോരെ കുത്തിക്കളത് കളിക്കുന്നെങ്കിൽ മേലോട്ട്. എടാ എടാ അരമണിക്കൂർ നോക്കാടാ. വാടാ വാ വാ കളിക്കാനോ? ആ ഞാൻ ഇല്ല. പിരിവാണോ? എനിക്കറിയാൻ പാടില്ല. ഇതെന്ത് ഭാഷയുടെ ഹിന്ദി പോലത്തെ എന്തോ. ഐ ലവ് യു. ചൊറിയുന്നു. പറഞ്ഞു കൊടുക്കടാ ഹിന്ദിയിൽ. आई लव यू बोलता है चाहिए लोग। हाँ आपके बेटे को परेशान? हाँ परेशान नहीं, आई लव यू बोल रहे वो लोग। आई लव यू बोल दिया? हाँ आई लव यू बोलता है। अरे भैया आप इनके शक्ल देखो भैया, आपको लगता है ये शरीफ लोग हैं? ते मला माहिती नाही, यांना समजून ठेव. तो हाँ भैया, किसी को कुछ काम नहीं है, कुछ नहीं है, पूरा वक्त घर पे बैठते लड़कियों को परेशान करता है. भैया आपको पता है किसी को काम नहीं है, मैं अकेले ऑफिस जाता हूँ भैया इस घर. यांना समजवा कोण आहे मी. क्या बे तू क्या घूर रहा है बे? ऐसा मार दूंगा ना. हे लास्ट वॉर्निंग आहे माझ्या. लास्ट वॉर्निंग. छेडला बोलला आणि काय बोलला तर मग वाट लावून टाकेल मी, गोळी मारून टाकेल. अच्छा समजला? ठीक है भैया, मैं संभाल लूंगा. आप जाइए. चल. അതെ, ഹിന്ദി പറയാനറിയാൻ പാടില്ലെങ്കിൽ നീ കേട്ടാ മനസ്സിലാവും. അയാളെക്കാൾ കൂടുതൽ തെറി വിളിച്ച് ഞങ്ങളെ നീയല്ലേ. ഇല്ലടാ, പിന്നെ നീയൊക്കെ അയാളുടെ മോളോട് കാണിക്കുന്ന തോന്നിയാസത്തിന് ഞാൻ കൂട്ടിക്കാം. ഇല്ല, എന്ത് തോന്നിയാസം? ഇതോ ബോർഡല്ലേ? അതെ എന്റെ അമ്മ നിനക്കറിയോ? കളിക്കാ അറിയാവുന്നല്ലേ? ഞാനും വിളിച്ചാൽ വന്നില്ല, നീ വിളിക്ക്. എന്തോടാ ഇത്? ഇവിടെ കർത്താവിന് ഇറക്കാത്ത പരിപാടി ഞാൻ വീട്ടിൽ സമ്മതിക്കത്തില്ല. അത് ശരി. നിന്റെ മാത്രം വീടൊന്നും അല്ലല്ലോ, ഇവിടെ എല്ലാരും ഒരുപോലെ വാടക ഇടുന്ന. പിന്നെ നീ ഒറ്റയ്ക്ക് റൂമിൽ കിടക്കുന്ന, നീ കൂടുതൽ ഇടണ്ട. എന്നാ പിന്നെ ഇയാളാ മുറി അങ്ങോട്ട് എടുക്കുക, എന്റെ വാടക കൂടുതൽ എടുക്കുക. എന്നാ പിന്നെ എന്റെ കൂടെ ഒന്നും കിടന്നു, അപ്പൊ പ്രശ്നം തീരുമല്ലോ. ഇവന്റെ കൂടെ ആരും എടുക്കും? നീ കിടക്കൂടാ, ഞാൻ കിടക്കൂല. ഇവന്റെ കൂടെ കിടക്കാൻ പറ്റില്ല, ഫുൾ ടൈം തൊള്ളല്. അപ്പൊ അതാണ് പ്രശ്നം. നിനക്കൊന്നും സ്വള്ള ആളില്ലാത്ത എന്റെ ചുരുക്ക. എടാ നാണുണ്ടടാ. എന്തായാലും എന്റെ കൂടെ വീടല്ലേ എനിക്ക് ഇഷ്ടമുള്ളത്. ഓഹോ, അപ്പൊ ഞങ്ങളും കൂടെ വിടല്ലേ? ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഇരിക്കടാ, കളിക്കടാ. നിരൂപ ഇത് നടക്കത്തില്ല. ഒരു പണി ചെയ്യാം. കളിക്കുമ്പോ ദൈവങ്ങളെടുത്ത് മാറ്റിയ പ്രേതം വരുന്നല്ലോ അല്ലേ? എല്ലായിടത്തും റിവിൻ റൂമിൽ വെച്ച് കൂട്ടിക്കും. അവനകത്തിരുന്ന് കളിച്ചോ. എന്റെ ദൈവം കൂടി എല്ലാരും കുഴപ്പമൊന്നുമില്ലാണ്ട് സന്തോഷമായിട്ട് ഇരിക്കണേ കുറച്ചു നേരം. ഇവിടെ നോക്കണേ.
ലൈറ്റ് ഓഫ് ചെയ്യണം. ഗ്ലാസ് വെച്ചാലും നിങ്ങൾ അടിപൊളി ഇന്ന് ഉറപ്പായിട്ടും വരും. ഗ്ലാസ് വെച്ച ഉടനെ 4 പേരും വരൽ വെക്കണം. ഓക്കെ ഹലോ ഓക്കെ ആ പറഞ്ഞോ. ആത്മാവേവ ഉഷാറായിട്ട് പറയടാ. ആത്മാവേവ 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 ആത്മാവ് വന്നു. വന്ന് ആത്മാവിന്റെ പേരെന്താ? ബുക്കുമേലെടുത്തിട്ടോ. അല്ലെങ്കിൽ നമുക്ക് അല്ല എങ്ങനെ എവിടെ എന്താ പറഞ്ഞ? അനാമിക. അനാമിക ഇനി എന്തോ ചോദിക്കും? ഞാൻ ചോദ്യത്തിനോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ പറഞ്ഞോട്. നാളെ പ്ലാൻ ചെയ്തിട്ട് വിളിക്കാം. അല്ലേ അന്ന് പ്രാർത്ഥിച്ചു. ആത്മാവേ പോ, ആത്മാവേ പോ, ആത്മാവേ പോന്ന് പറ. ആത്മാവേ പോ, 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 ആത്മാവേ പോ. ആത്മാവ് പോയോ? ആത്മാവ് പോയോ? പോയി തോന്നുന്നു. ഒരുപാട് സ്ഥലത്ത് ഈ സാധനമൊക്കെ കളിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും വന്നിട്ടൊന്നുമില്ല. ഇതെന്ത് പറഞ്ഞെങ്കിൽ ഇന്ന് ലാസ്റ്റ് ഇനി കളിക്കണ്ട, അനക്ക് പേടിയാണ്. നീ ആരാ വന്നെന്ന് കണ്ടോ? ആര്? അനാമിക. എനിക്ക് പേടിയെന്ന് ലിവിംഗ് റൂമിൽ പോയി അവിടെ ഇതുണ്ടല്ലോ, ടേബിൾ ഉണ്ട്. അനാമിക. അതെ, അനാമികനൊന്ന്. എടാ അനാമിക. 2 + 2 എത്ര? 4.
മഴവില്ലിന് എത്ര കളറുണ്ട്? മഴവില്ല് മഴവില്ലിന് മഴവില്ല് കരിക്കുട്ടന്റെ ശരിക്കും പേരെന്താ? അതെ, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ പേരെന്ന് പറയാം. ഇതെന്താ ഇറങ്ങിക്കൊണ്ടിരിക്കണത്? അത് ചിലപ്പോ ആത്മാവിന് ആൻസർ പറയാൻ മൂടില്ലെങ്കിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് അങ്ങനെ ഉണ്ട്. ആ കണ്ട, അതാണ് ആദ്യത്തെ അക്ഷരമെങ്കിലും പ്ലീസ് പ്ലീസ്. ഗൗരി. പാൽക്കാരി ഗൗരിയോ? ആ, അവൾക്ക് ഇനി ഒരു നോട്ടമുണ്ട്. കഴിഞ്ഞ ആഴ്ച കൂടെ മെസ്സേജ് അയച്ചതാ, പാലിന്റെ പൈസയും ചോദിച്ചിട്ടേ. അന്നെങ്കിൽ അങ്ക് എന്റെ ഗേൾ ഫ്രണ്ടിന്റെ പേര് പറയാം. എന്റെ അറിയണം, എന്റെ ആദ്യം നിർത്തി. എന്തൊക്കെയാണ്? മതി മതി, നമുക്ക് ഇന്ന് നിർത്താം കളി. നമുക്ക് സിഗരറ്റ് വെച്ചിട്ടൊന്നുമല്ല. വേണ്ട വേണ്ട വേണ്ട, സിഗരറ്റ് വെച്ചു, ഞാൻ ഇരിക്കാം. അല്ലെങ്കിൽ കുഴപ്പമില്ല, പിന്നെ വലിച്ചോളാം. അല്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ വെച്ചിട്ടുണ്ട് കൈ പയ്യ വലിച്ചു കേട്ടോ. അത് കുഴപ്പമില്ല, ഇല്ല, എനിക്ക് എന്റെ കൊച്ചിന്റെ വേണ്ട, ഞാൻ അതവൻ ചോദിച്ചോളൂ. എനിക്കാണ്. നിനക്കെന്താ ചോദിക്കാനുള്ളത്? ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഫസ്റ്റത്തെ ലെറ്റർ. എന്ത് സിഗരറ്റ് വെച്ചിട്ടില്ല. അമ്മയുടെ സത്യം ഞാൻ കണ്ടതാ. ജിബി ചോദിക്കുന്നു, ഗ്ലാസ് ഉത്തരം പറയുന്നു. ജിബി ചോദിക്കുന്നു, ഗ്ലാസ് ഉത്തരം പറയുന്നു. ഓഹ്, എൻ്റെ പൊന്നളി, ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ നീയൊക്കെ നുണയാന്ന് പറഞ്ഞേനെ. ഇവനുണ്ടായിരുന്നു, ചോദിച്ചു നോക്ക്. ഇവിടെ ഒരുത്തുണ്ട്, തൊണ്ട കീറി വിളിച്ചിട്ട് ഗ്ലാസ് ഒന്ന് അനങ്ങിയത് പോലും ഇല്ല. എന്നാൽ കാറ്റടിച്ചെങ്കിലും നനക്കാൻ നോക്കിയവ, അതുപോലും നടന്നില്ല. മരക്കഴങ്ങൻ എടേ, ഞാനിത് ഒരുപാട് കണ്ടിട്ടുള്ള. ഞാനല്ലേ അവനും പഠിപ്പിച്ചു കൊടുത്തത്. ഇതെന്തോ ഉടായിപ്പാ. ആത്മാവ് ഇതുപോലെ ഒന്നും നിറങ്ങിയൊന്നുമില്ല എൻ്റെ പൊന്നളിയാ. എടാ, ഇത് അസൂയാളിയാ, നീ വിട്. അവിടെ പിടിക്കുന്ന തേങ്ങാ കൊത്തുന്നത് കഴിക്കല്ലേ, എലിവിഷം വെച്ചതിനാണ്. അവിടെ കിടക്കുന്നല്ലേ, ഇതിനകത്ത് കിടക്കുന്നൊന്നുമല്ലല്ലോ. ഇവിടുത്തെ കാര്യം പറഞ്ഞു. നിനക്ക് ആ എലിപ്പെട്ടി വല്ല മേടിച്ച പേരായിരുന്നു. അതൊക്കെ വെച്ച് നോക്കിയതാണ്, വെറുതെ വന്ന് തിന്നുകൊണ്ട് പോയാണ്. നീ ഇവിടെ പോയതാ? പുറത്ത്. വൈകിട്ട് പോലെട്ടാ, കളിയുണ്ട് ഇവിടെ. രാത്രിയല്ലേ? ആ രാത്രി കളിക്കാം. സംഭവം അടുത്ത് കഴിക്കലടാ, എലിവിഷം വെച്ചതിനാണ്. നീയെ കൂടി മനുഷ്യന്മാരെ കൊല്ലോ. ഞാൻ പറഞ്ഞാണല്ലോ അവിടെ ഇവിടെ കിട്ടുന്നുണ്ടെന്ന്. ആരോട്? என்ன மச்சான் போட்டிருக்காங்க? தேங்காய் பற்றி எங்கன்னா இருந்துச்சுன்னா எடுத்து சாப்பிட்றாத, எலியேசம் இருக்குன்னு போட்டிருக்கு. ஹாய், എൻ്റെ ഫ്രണ്ട് ആദി. 5 വർഷം. 5 വർഷം ഞാൻ എന്താ കല്യാണം കഴിക്കും. വോയിസ്, എൻ്റെ ഫ്രണ്ട് ആദി. എനിക്ക് അങ്ങനെയാണെങ്കിൽ എന്റെ കല്യാണം എത്ര വർഷം കഴിഞ്ഞു? കല്യാണം ഇല്ല. എനിക്ക് 5 വർഷം കഴിഞ്ഞെങ്കിലും ഉണ്ട്, നിനക്കില്ല. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ ജീവിതത്തിൽ രക്ഷപ്പെടും. അയ്യോ, അത് അനാമികയുടെ എന്തിനാ അയക്കുന്നത്? ഞാൻ പറയാം, നീ ഒരിക്കലും രക്ഷപ്പെടത്തില്ല. பிரதர், இதெல்லாம் என்ன கொஸ்டின்? இதுக்கு நானே பதில் சொல்லுவேனே. அப்போ நீயே கேளு. சரி, நான் ஒரு பூனை வளர்த்தேன். அதோட பேர் என்னன்னு கேட்டு சொல்றீங்களா? അതെ, ആത്മാവിന് മൂടിയില്ലെങ്കിൽ ചിലപ്പോൾ ആൻസർ പറയില്ല കേട്ടോ. അതിന് പകരം അങ്ങനെ വട്ടം ചുറ്റും. മാർസ്.
யாருக்குமே தெரியாதுடா. கரெக்டா? அது செத்து 4 வருஷம் ஆச்சுடா. 6. மச்சான் கரெக்டா? செத்து 4 வருஷம் இல்ல, 6 வருஷம் ஆகுதுடா. இங்கடா வந்து மாட்டி விட்டுருக்க. உங்கடா டேய். இருடா, பேசி தீர்த்துக்கலாம்டா. பேசி தீர்த்துக்கலாமா? இது பேய்கிட்டயா? நீங்களே பேசிக்கங்கடா. இருடா மச்சான், இருடா. അന്നിത്തരം മതി, ഉറങ്ങാറായി. പ്രേതനെ പറഞ്ഞുവിട്. ആത്മാവേ പോ. അനാമിക, അനാമയെ പറഞ്ഞുവിട്. ആത്മാവേ പോ, ആത്മാവേ പോ, ആത്മാവേ പോ. ആത്മാവേ പോ. അളിയാ, സുഖല്ലേ? നമ്മുടെ ആൾക്കാരാ. നിങ്ങൾ എന്ത് ചോദിക്കാം? അതെ, എൻ്റെ 2 പവന്റെ മാല കാണാണ്ടായി. 1.5 പവന്റെ മാല കാണാണ്ടായി. അത് ആരാ എടുത്തതെന്നൊന്ന് പറഞ്ഞു തരുമോ? ഗുഡ് ക്വസ്റ്റ്യൻ. സുലോചന. യെസ്, സുലോചന. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് അവളാണ് എടുത്തത്. നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞത്? നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞത്? ഒടുക്കത്തെ പെങ്ങൾ സ്നേഹം. നിങ്ങൾ കിട്ടിയാ? പാപ്പ ചത്ത്. എന്തിനാ കുരിശ്? അത് എലി അണിച്ചിട്ട് വരാണ്ടിരിക്കാൻ. കൊള്ളാം. വാ, ഹോകൂ, ഒന്ന് ഹോകണേ. ഹോയിക്കേ ഏറ്റാ, നമ്മുടെ പയ്യനാ. നോക്കിയാല് ഹോകൂടാ. മോനെ, മാല കിട്ടി. സുലോചനയുടെ കട്ടിലിനടിയിലുണ്ടായിരുന്നു. അനാമി എടുത്തേ അന്വേഷണം പറയണം കേട്ടാ. ഒന്ന് പറഞ്ഞേക്കണം. നെക്സ്റ്റ് വരുമ്പോ ജ്യൂസ്. അതെ, അത് പോയി നോക്കും. മുട്ടം കളിയാണ്. ഇല്ലരുണ്ടല്ലേ വാളി, നമുക്ക് ഇങ്ങോട്ട് നീയേ കളി അറിയാവുന്ന പോയി കളിച്ചാൽ നമുക്ക് ഉറണ്ടിരിക്കാൻ വേണ്ടല്ലേ. ചെല്ല്, നീ ഒരു റൗണ്ട് അടിച്ച് വിട്ടോ. 10 ವರ್ಷದಿಂದ ನನ್ನ ಮಗನನ್ನು ಕಾಣುವುದಿಲ್ಲ. 10 ವರ್ಷ മുന്നേ എൻ്റെ മകനെ കാണാതായതാണ്. ಈಗ ಎಲ್ಲಿದ್ದಾನೆ ನನಗೆ ಗೊತ್ತಿಲ್ಲ. അവനിപ്പോൾ എവിടെയാന്ന് പോലും എനിക്കറിയില്ല. ನಾನು ಇವನಿಗೆ 5,000 ರೂಪಾಯಿ ಕೊಟ್ಟಿದ್ದೇನೆ. ನಿಮಗೆ ನಾನು 10,000 ರೂಪಾಯಿ ಕೊಡು. ഇയാൾ നിനക്ക് പൈസ ഒന്നല്ലേ പറഞ്ഞത്? ഈ പരിസരത്തോണ്ട് പറഞ്ഞു വിട്ടോ. ನನ್ನ ಮಗ ಎಲ್ಲಿದ್ದಾನೆ ಅಂತ ಹೇಳಿ, ಜೀವದಲ್ಲಿದ್ದಾನೆ ಅಂತ ಅದು ಹೇಳಿ ಬಿಡಿ. അതിനാരും ഒന്നും ചോദിച്ചില്ലല്ലോ. മിനിഞ്ഞാന്ന് അടിച്ച് ബാക്കി വെച്ച ഓസിയുടെ 2 ബഗ് കാണാനില്ല. അതാരാന്ന് അടിച്ച് എനിക്കറിയണം. ഇവനാണോ എനിക്ക് സംശയമുണ്ട്. ഞാനൊന്നുമില്ല. അത് പ്രേതം പറയട്ടെ. കള്ളപ്പന്നി. ഇങ്ങനെ എങ്ങനെ കയറ്റും? എല്ലാരും വന്നൊരു ക്യൂ നിന്നേ. ഫസ്റ്റ് വന്നൊരു ക്യൂ നിൽക്ക്. ഒരു 300 രൂപ. ബാബാ 300 രൂപ. എന്ത് കാണിച്ചടാ? ഞാൻ കണ്ടോണ്ട് നിൽക്കും. ഒരു ഓട്ടോറിക്ഷയിൽ പശു വന്നിട്ട് ഒറ്റയിടി ഓട്ടോറിക്ഷ മറിഞ്ഞു പോയി. അതിന് ആ ഓട്ടോറിക്ഷയിൽ ഞാൻ ഉണ്ടായിരുന്നു. എന്തോ ഭാഗ്യം വരാനുണ്ട്. എന്തോടാ ഇത്? എടാ വാടാ, നമുക്ക് ഫ്രീയാ. ഉണ്ട്.
ఇంత మంచిగా ఉంటారు కదా వద్దు ഒട്ടടുത്തിലൂടെ കണ്ടുപോരുത്. എല്ലാവരും നീക്കോ. നീ പുറത്തുനിന്നോട് കളിക്കാൻ വരണ്ട. മാങ്ങോത്തിലുണ്ടാക്കുന്ന മതി 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 ഇനിയില്ല കളിയില്ല.